ഹലോ ഓമനക്കുട്ട. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനിവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടേ. അപ്പം നേരത്തെ മാറുകയാണെങ്കിൽ അത് കിട്ടുമെന്നൊരു പേടി. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഇല്ല, തീരുമാനം ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറയാം. ആ ശരി എന്നാ. ചായ എന്തുവാണ് ചായ? രാവിലെ തൊട്ട് തുടങ്ങിയ ഫോൺ ചെയ്യലാണല്ലോ. ഫോൺ ഉപയോഗിക്കാനുള്ളതാ. ആണോ? ഓ, നാട്ടിലെ മനുഷ്യരെ നോക്കുന്ന ഡോക്ടർമാർക്കൊന്നും ഇത്രയും തിരക്കില്ല. ഒരു മൃഗ ഡോക്ടറായ ഇച്ചായനാണ് തിരക്കോട് തിരക്ക്. എടി, മനുഷ്യരെ നോക്കാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആശുപത്രിയുണ്ട്. അതേപോലെ തന്നെ 1,900 ഡോക്ടേഴ്സും. പക്ഷേ ഈ പഞ്ചായത്തിൽ ആകെ ഒരു മൃഗ ഡോക്ടറേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരൊറ്റ മൃഗാശുപത്രി. അപ്പോൾ ഇത്തിരി തിരക്ക് കാണും. ആയിക്കോട്ടെ. ഓ, എന്തായാലും ഇപ്പൊ അപ്പുറത്തോട്ട് നോക്കുമ്പോ ഒരു സമാധാനമുണ്ട്. മനസ്സിലായില്ലല്ലേ? സത്യവാനൻ സാറ് ഉണ്ണിയാർച്ചയിൽ നിന്ന് നാട്ടിൽ പോയതിനു ശേഷമേ ഒരു ശാന്തതയാ, ഒരു ബഹളമില്ല, ഒന്നും. അല്ലെങ്കിൽ ഇച്ചായന്റെ ശബ്ദം കേട്ടാൽ തന്നെ അവരോടി വരും, ആ മതിലിന്റെ അവിടെ തൂങ്ങിക്കിടക്കും. ഡോക്ടറെ, പല്ല് തേച്ചാ, കുളിച്ചാ, ഇന്ന് ഹോസ്പിറ്റലിൽ പോണില്ലേ? എന്താ മിമിക്രി ആർട്ടിസ്റ്റ്? അവരില്ലാത്തോണ്ട് ഒരാളും ബഹളമൊന്നുമില്ല. അവരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ രസിക്കണ്ട കേട്ടാ, നമ്മള് മതി ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട്. അലിസേ, നിനക്ക് ഉണ്ണിയാർച്ച ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ സത്യത്തിൽ ഉണ്ണിയാർച്ച എനിക്കൊരു ആശ്വാസമായിരുന്നു. എന്ന് പറയാം, ആ രീതിയിൽ ആശ്വാസമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഒറ്റയ്ക്കാണ്. നിനക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിക്കാൻ ഒരാൾ അയൽവക്കത്തുണ്ടല്ലോ. നിനക്കെന്തെങ്കിലും ആവശ്യം വന്നിട്ട് വിളിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ആരെ വിളിക്കും? ഞാൻ പവിത്രനെ വിളിക്കും. പിന്നെ പവിത്രൻ നിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനി പവിത്ര ഈ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യം നോക്കി അതിൽ നിന്ന് കമ്മീഷനൊക്കെ വാങ്ങിച്ച് അവൻ ജീവിക്കുന്ന. അതിനിടയിൽ നിന്റെ കാര്യം നോക്കാൻ അവൻ ഇവിടെ സമയം കിട്ടുന്നത്. എന്റെ ഇച്ചായ, ഇപ്പൊ 5-6 ദിവസമായിട്ട് അവരവിടെ ഇല്ലല്ലോ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ അങ്ങ് പോവും, അത്ര തന്നെ. ആലിസേ, നീ അന്ന് വീട് മാറണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യത്തിൽ മാറണ്ടെന്ന് പറയാൻ കാരണം ഈ അയൽവക്കമുള്ളതുകൊണ്ട്. സത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് സഹായത്തിന് നമുക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇനിയിപ്പോ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയെന്ന് തന്നെ വിചാരിക്കേ, നമുക്ക് നല്ലൊരു അയൽവക്കം കിട്ടിയില്ലെങ്കിലും. ഇച്ചായന്റെ കണ്ണിൽ ഏറ്റവും നല്ല അയൽക്കാരിയാണ് ഈ അപ്പുറത്തെ ഉണ്ണിയാർച്ച. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ഞാൻ പവിത്രനോട് വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീട് നമുക്ക് ഒത്തു വരികയാണെങ്കിൽ നോക്കാം. നീ പറഞ്ഞതുപോലെ ഒരു കാര്യം കറക്റ്റാണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഏതെങ്കിലും വീട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കുമല്ലോ. തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല ഇച്ചായ, കാരണം അവരിപ്പോ അവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ വീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ വീട് കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ എപ്പോഴും വീട് വെച്ചോണ്ടിരിക്കുവല്ലോ. നമ്മൾ അന്വേഷിച്ച് കിട്ടിയോടെ എടുക്കുക. എന്തോ ഉണ്ടല്ലോ, രാവിലെ തൊട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആലോചനയായിരുന്നല്ലേ. ദേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ, മനുഷ്യന് മനസ്സിലാവണ്ടേ. അങ്ങനെയൊന്നും ഇല്ലടി. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിന്റെ നെല്ലും പതിരും ഒക്കെ നോക്കി വന്നപ്പോൾ നീ പറഞ്ഞതിൽ കാര്യമില്ലേ എന്നൊരു ചിന്ത, അതൊന്ന് ഷെയർ ചെയ്തു. ആണോ? നെല്ലും പതിരൊക്കെ തിരിക്കാനുണ്ടെങ്കിൽ അപ്പുറത്ത് പോരും തിരിക്കുക. എനിക്ക് വേറെ പണിയുണ്ട്, ചെല്ലിപ്പോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചപ്പോൾ അതിലെന്തൊക്കെയോ ശരി എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു അത്ര. അനിസേ, നീ വന്നേ. വാർത്ത കണ്ടായിരുന്നോ? എന്തുവാ? SI-മാർക്ക് കൂട്ട സ്ഥലം മാറ്റത്തിന് കളവരുന്നു. എന്റെ പൊന്നെ, ഇത് പറയാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് അടുക്കള 100 കൂട്ടം പണികൊണ്ടിച്ചായ. ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് നിനക്കറിയാവോ? എനിക്ക് ഈ വാർത്തയുടെ പ്രാധാന്യം ഒന്നും അറിയത്തില്ല. ഇനി മൃഗാശുപത്രിയിൽ ഡോക്ടർമാർക്ക് കൂട്ട സ്ഥലം മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വാർത്ത വരട്ടെ, ഞാൻ വായിച്ചോളാം. എടി മണ്ടി. എടി, അപ്പുറത്തെ സത്യപാലൻ സാറ് ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. 2 വർഷം കഴിഞ്ഞ എല്ലാ SI-മാർക്കുമാണ് സ്ഥലം മാറ്റം. അപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം ഉണ്ടാവും. ആണോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. 3-4 ദിവസം അവരെ കാണാത്തപ്പോ തന്നെ നല്ലൊരു ആശ്വാസമാണ്. ഇനി സ്ഥലം മാറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും കാണണ്ട. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. മൊത്തമായിട്ട് കേട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ? സത്യപാലൻ സാർ മാത്രമേ പോകത്തുള്ളൂ. ഉണ്ണിയാർച്ച ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. അവർക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. സത്യപാലൻ സാറ് പോയാലും ഉണ്ണിയാർച്ചയും മോളും ഇവിടെ തന്നെ കാണും. മനസ്സിലായോ?
അതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. ഉണ്ണിയാർച്ച ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. അവർക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. സത്യപാലൻ സാറ് പോയാലും ഉണ്ണിയാർച്ചയും മോളും ഇവിടെ തന്നെ കാണും. ഈ സത്യപാലൻ സാറിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞത് കറക്റ്റ് ആണോ? അതിപ്പോ എല്ലാ SI മാർക്കും ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ സത്യപാലൻ സാറിനും ഉണ്ടാവും, സ്വാഭാവികം. കുറേ ദൂരത്തോട്ടായിരിക്കുമോ? നമ്മളെല്ലാം തീരുമാനിക്കുന്ന ഡിപ്പാർട്ട്മെന്റാ. അല്ല, ഇവിടെ അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ വന്നു പോവായിരുന്നല്ലേ? അനക്കിപ്പോ എന്താ പ്രശ്നം? അല്ല ഇച്ചായ, ഇനി എങ്ങാനും ദൂരത്തോട്ട് വല്ലതാണ് ട്രാൻസ്ഫർ ആയി പോണെങ്കിൽ അവിടെ ഉണ്ണിയാർച്ചയും കൊച്ചും ഒറ്റയ്ക്കായി പോകത്തില്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്ന് വിചാരിച്ച് ആ സെന്റിമെന്റ്സ് കയറി അവരെ സഹായിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. അവർക്ക് അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. എന്നാലും ഒരു സ്ത്രീയും കുട്ടിയും മാത്രം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം വന്നാൽ നമ്മളല്ലേ ചെയ്യേണ്ടത്? അതിനല്ലേ അയൽവക്കം. നമുക്ക് മനുഷ്യത്വം കാണിക്കണ്ടേ? ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്. ഓ, ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ള മനുഷ്യത്വം നമുക്ക് വേണ്ട. കാരണം പിന്നീട് അത് കുരിശാകും. നമുക്ക് നമ്മുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാൽ മതി കേട്ടല്ലോ. ആ, ഫോൺ ഡോക്ടറാണല്ലോ. ഹലോ ഡോക്ടർ. ഹലോ പവിത്ര. പവിത്രനുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യോ, ഞാൻ കൊടുക്കാം. അല്ലല്ല കുഴപ്പമില്ല. പവിത്രൻ വരുമ്പോ അത്യാവശ്യമായിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം. ഒരു വീട് മാറ്റത്തിന്റെ കേസാ കേട്ടോ. അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറയണം. ഓക്കെ. ആ ശരി ഡോക്ടർ. ആരാടി വിളിച്ചേ? ഡോക്ടറാ, അത്യാവശ്യമായിട്ടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എനിക്കാണ് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. തിരിച്ചു വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളി ഇല്ലാത്ത ഏടിയൊക്കെ എടുത്ത് എന്റെ പുറത്ത് വെച്ച്. എന്തോ വീട് മാറുന്ന കാര്യം എന്തോ പറഞ്ഞു. എന്നാ പോകുന്ന പ്രശ്നമേ ഇല്ല. അതെന്താ? രാവിലെ ആലീസ് ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി കാണും. ആലീസ് പറഞ്ഞു കാണും വീട് മാറണമെന്ന്, ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു കാണും. ആ വീടിന് എന്താ പ്രശ്നം? വീടിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആലീസിന് തോന്നും വീട് മാറണമെന്ന്. ഒരിക്കലും എന്നെ വിളിച്ചിട്ട് വീട് മാറണമെന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ. അവസാനം ഞാൻ വീട് മാറേണ്ട അവസ്ഥയായി. മോങ്ങാനിരുന്ന നായയുടെ തല്ല തേങ്ങ വീണെന്ന് പറഞ്ഞാൽ അവസ്ഥയായി. ആലീസിന്റെ ഫോൺ കോൾ നീ ഏറ്റുപിടിച്ചു. ഏറ്റവും അവസാനം ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടായി. നമ്മളാണെ വീടും മാറി, അവര് വീട് മാറിയോ? അതുമില്ല. അവര് വീട് മാറിയിരുന്നെങ്കിൽ ഇച്ചിരി കമ്മീഷനെങ്കിലും നമുക്ക് കിട്ടിയെന്ന്. അല്ല, എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ, പവിത്രനെ വിളിച്ചു നോക്ക്. അവർക്ക് തലയ്ക്ക് തിരവില്ലെന്ന് പറഞ്ഞു ഇതിന്റെ എല്ലാം പുറകെ ഞാൻ ഓടി നടക്കാൻ വേണ്ടി പോവല്ലേ. വിളിക്കുന്നു. ഡോക്ടറാ വിളിക്കുന്നത്. എടുക്കൂ. എന്തോ പറയും. ആ ഹലോ ഡോക്ടറെ. പവിത്ര, അത്യാവശ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് എന്താ വിളിക്കാത്ത? എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ഡോക്ടറെ, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കേണ്ട. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ നിൽക്കത്തില്ല. പവിത്ര, ഇത് അതുപോലല്ല. ഇപ്രാവശ്യം വീട് മാറുക എന്നത് എന്റെ ആവശ്യമാണ്. എന്തു പറ്റി സാറേ? കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഒരു കാര്യം ചെയ്യും, പവിത്രം പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നേരെ വീട്ടിലേക്ക് കയറി വരരുത്. വീട്ടിന്റെ പിന്നിലുള്ള പറമ്പിലേക്ക് വാ. ഞാൻ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വന്നേക്കണം. ശരി ശരി ശരി, വെച്ചോ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഞാൻ പോരാ. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ പവിത്ര. എന്നാ പവിത്രം വിചാരിച്ചാൽ ഇതിന് തലയൂരാൻ പറ്റും. എന്നെ കാര്യം എന്നാ വെച്ചാ പറ. അതായത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ അവിടെ വെച്ച് ജോലിയൊക്കെ കെട്ടി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നിന്നാ കല്യാണം കഴിച്ചത്. ഓമനക്കുട്ടൻ കോളേജിൽ വെച്ച് എനിക്ക് വലിയൊരു സഹായമായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടത് അത് പറ. ഓമനക്കുട്ടൻ്റെ ഭാര്യയ്ക്ക് സുലോചന, അവർക്കൊരു ഷെയർ ആയിട്ട് വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട് നോക്കുന്നത് സുലോചനയുടെ അച്ഛനാ. അപ്പൊ അതൊന്ന് വാടകയ്ക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് ഓമനക്കുട്ടന് ഒരു ആഗ്രഹം. വാടക പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല, ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കുകയാണെങ്കിലേ അത് കേടാകാതിരിക്കുമല്ലോ, അതാ ഉദ്ദേശം. അത്ര ഉള്ള കാര്യം. ഡോക്ടറെ അഡ്രസ് ഇങ്ങോട്ട് താ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നല്ലൊരു വാടകക്കാരെ ഞാനോട് അറേഞ്ച് ചെയ്ത് തന്നാ പോരെ? ഇല്ല, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ സുലോചനയുടെ അച്ഛനെ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാ. നേരത്തെ അവിടെ ഒരു 3-4 വാടകക്കാർ വന്ന് താമസിച്ചതാ. ഇയാൾ എല്ലാ ദിവസവും അവിടെ ചെന്ന് കയറി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരപ്പം തന്നെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അത്രേ ഉള്ള കാര്യം. സത്യപാലൻ സാർ ലീവ് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരട്ടെ. സാറിനോട് പറഞ്ഞ് ആ പുള്ളിക്കിട്ട് നല്ലൊരു വിരട്ടം 2 ഇടിയും കൂടെ കൊടുത്തേക്ക്. എന്നാ പറയുന്നത്? ബെസ്റ്റ്. ഓമനക്കുട്ടൻ്റെ അമ്മായി അച്ഛനാ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതൊന്നും ശരിയാത്തില്ല. ഈ ഓമനക്കുട്ടൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഞാൻ എന്തായാലും ഇവിടെ വീട് വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറുകയാണെങ്കിൽ വാടകയും കുറവായിരിക്കും, വീട് നന്നായിട്ട് നോക്കുകയും ചെയ്യും. അമ്മായി അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തോടെ പോവുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, വാടക കുറവാണെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ കാര്യം അങ്ങനെ നോക്ക്. അവിടെയാണ് പ്രധാന പ്രശ്നം. എന്നാ? കഴിഞ്ഞ പ്രാവശ്യം വീട് മാറണമെന്ന് പറഞ്ഞ് ആലീസ് പറഞ്ഞപ്പോൾ
ഞാൻ സമ്മതിച്ചില്ലല്ലോ. അതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഇന്ന് രാവിലെ കൂടെ ഞാൻ ഈ കാര്യം സുമിത്രയോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീട് മാറണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞാലേ അവൾ സമ്മതിക്കുമോ? അവൾക്ക് അതിൽ സംശയവും ഉണ്ടാവും. പിന്നെ അവൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ ഓമനക്കുട്ടൻ്റെ ഭാര്യ സുലോചന എനിക്ക് നേരത്തെ അറിയാമെന്നും കൂടെ അറിഞ്ഞാ തീർന്നില്ലേ? പിന്നല്ല. അപ്പോൾ ഓമനക്കുട്ടനെ ഒഴിവാക്കാനും വയ്യ, ആലീസിന് എന്നെ സംശയമാണെന്ന് അവനോട് പറയാനും വയ്യ. എന്ത് ചെയ്യും? അല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പറയട്ടെ. പവിത്രൻ കണ്ടുപിടിച്ച വീടാണെന്ന് പറയാം. എന്നിട്ട് ഇത് വന്നിട്ട് ആലീസിനോട് അവതരിപ്പിക്കുക. എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നല്ല വീടാണെന്ന് പറഞ്ഞ് പവിത്രൻ നേരെ ആലീസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. ഞാൻ ആദ്യം സമ്മതിക്കുന്നില്ല എങ്കിലും പിന്നെ ഞാൻ സമ്മതിക്കുന്നു. ഓ, അങ്ങനെ. അതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പവിത്രൻ പറയണ നല്ല സൗകര്യമുള്ള വീടാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നല്ല എളുപ്പമാണ്, അവിടെ അങ്ങ് അടുത്ത് പെണ്ണുങ്ങൾ ആരുമില്ല, മേളിലും താഴെയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് പൊക്കി അടിക്കണം. വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പരിചയക്കാരാന്നുള്ള കാര്യം പിന്നീട് ആലീസിന് മനസ്സിലായാൽ ഒറ്റ ദിവസം നമ്മുടെ രണ്ടുപേരുടെ ശവടക്കം നടത്തും ആലീസ്. നടത്തും. അതപ്പോഴല്ലേ. തൽക്കാലം നമുക്കിതിങ്ങനെ അങ്ങ് പോട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അപ്പം നമുക്ക് സോൾവ് ചെയ്യാം. ടഫാണ്. ശ്രമിച്ചു നോക്കാം. ഞാൻ ശ്രമിക്കില്ല. പവിത്രം വിചാരിച്ച നടക്കുന്നു. നോക്കാം. ഇച്ചായനത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിരുന്നാ? ആ, ഞാൻ മുകളിലിരിക്കായിരുന്നു. അവിടെ നല്ല കാറ്റല്ലേ. ഞാൻ മുകളിൽ വന്ന് നോക്കിയല്ലോ. വന്നിരുന്നോ? ആ, ഞാന് പിന്നിലെ സ്റ്റെപ്പിൽ കൂടെ താഴോട്ട് ഇറങ്ങി. അപ്പോഴായിരിക്കും നീ മുകളിൽ വന്നേ. ഞാൻ വന്ന് ഇവിടെ ഫ്രണ്ട് നോക്കുമ്പോഴേ രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. ആരായിരുന്നു? നോക്കുമ്പോ രണ്ട് കുടിയന്മായിരുന്നു. ഭയങ്കര ബഹളം. രാവിലെയാ? പിന്നെ അവക്ക് രാവിലെ എന്നാ പകലെന്നാ വല്ലതും ഉണ്ടോ? ഇമാരൊക്കെ കുടിച്ചാൽ പിന്നെ ജോലിക്കും പോകാൻ പറ്റത്തില്ലല്ലോ. ഈ പ്രദേശത്ത് ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര കുടിയന്മാരുടെ ശല്യം കാരണം ഭയങ്കര ശരിയാവുന്നില്ല. നമുക്ക് ഈ വീട് മാറിയാലോടി. എന്റെ ഇച്ചായ അത് എല്ലായിടത്തും ഉണ്ടാവത്തില്ലേ കുടിയന്മാര്? എന്നാലും അങ്ങനെ അല്ല. ടെൻഷനാന്നേ. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഏമാര് കുടിച്ചോണ്ട് ഇവിടെ ഒന്നും ബഹളം വെച്ചാൽ നമ്മളെന്ത് ചെയ്യും? മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേടി. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. നീ എങ്ങനെ കാണും? നീ പകല് മുഴുവൻ കഥ കടച്ച് ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറക്കമല്ലേ? നീ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പൊ ഇച്ചായൻ അവരോട് പറയാറുന്നില്ലേ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല പോവാനായിട്ട്? ആ, ഇമാര് കുടിച്ചോണ്ട് വെറുതെ നിൽക്കുകയല്ലായിരുന്നു, ചീത്ത വിളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഞാനീ പോയി പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കണം. നടക്കത്തില്ല. വേറെ എന്തെങ്കിലും നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. വീട് മാറിയാലേ നടക്കൂള്ളൂ കേട്ടോ. ആരാന്ന് പോയി നോക്കിയാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആ ആലീസേ, എന്നാണ് വിശേഷമൊക്കെ? എന്ത് വിശേഷം? ഒരു ഉഗ്രൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ആലീസിന് സന്തോഷിക്കാൻ ഇതിൽ പരം വേറൊരു വാർത്തയില്ല. കാര്യം പറ. കുറച്ച് നാൾ മുമ്പ് ഒരു വീട് മാറുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലായിരുന്നു? ഞാൻ അന്വേഷിച്ചു. ഒരു ഉഗ്രം വീട് ഒത്തുവന്നിട്ടുണ്ട്. വീട് മാറുന്ന കാര്യമൊക്കെ ഞാൻ വിട്ടുപോകത്ര. തന്നെയല്ല, കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണുമ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് സ്വസ്ഥം, സമാധാനം. കുറച്ചാൾ കഴിയുമ്പോൾ ആ പെണ്ണുമ്പിള്ളേക്ക് വരും. പിന്നെ ആ മതിലെ തൂങ്ങി കിടന്നുകൊണ്ട് വീണ്ടും തുടങ്ങും. ആലീസേ സാറില്ലേ അവിടെ എന്നും പറഞ്ഞുകൊണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴല്ലേ, വരുമ്പോഴല്ലേ. അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഇത് പറ്റിയ അവസരമാണ്. ഉഗ്രം വീടുമാണ്. ഡോക്ടറുടെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. പിന്നെ ഇതുപോലൊന്നും അടുത്ത് വീടുകളില്ല. അത് മാത്രമല്ല, ചെറുപ്പക്കാരി പെണ്ണുങ്ങളുമില്ല. ഇതുപോലൊരു അവസരം പിന്നീട് കിട്ടിയെന്ന് വരുമല്ല. ആലീസ് എങ്ങനെയും ഡോക്ടറോട് പറഞ്ഞു സമ്മതിക്കും. എന്റെ പൊന്ന് പവിത്ര, ഇച്ചായന്റെ സ്വഭാവം അറിയത്തില്ലേ? ഇച്ചായ സമ്മതിക്കത്തില്ലെന്ന്. എന്റെ ആലീസ് ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇച്ചായ സമ്മതിക്കൂന്ന്. സമ്മതിക്കുമായിരിക്കും, പക്ഷെ ഇതൊക്കെ ഞാൻ വേറൊരു കാര്യം കൂടെ ചേർത്താ ഞാൻ ഈ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്ക്. ആ, കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യപാലൻ സാറ് ട്രാൻസ്ഫർ ആയി പോവാ. ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ മെമ്പർ ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഓരോരോ കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഓരോരോ സഹായങ്ങൾക്ക് വേണ്ടി വരും. പിന്നെ ഏത് നേരവും ഇവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഈ സത്യപാലൻ സാറിന്റെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം ഇച്ചായനും പറയുന്ന കേട്ട് അത് സത്യമാണോ പവിത്ര? സത്യമാണോന്നോ? എന്റെ ആലീസ് പുള്ളി പോലീസുകാരനല്ലേ. ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അന്നേരം അല്ല അതിന്റെ എല്ലാം പുറകെ ഈ മെമ്പറെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെമ്പറാ. പുള്ളിക്കാരിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പവിത്രനോട് നിൽക്ക്. ഞാൻ ഇച്ചായനോടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാവേ. അത് ഏറ്റെന്നാ തോന്നുന്നേ. ഇതെന്താ ഇച്ചായ? കുളിക്കാൻ പോണത്തോട്ടെ കുളിക്കാതെ ഇവിടെ കയറിയിരിക്കുന്നത്?
ചെറിയൊരു മയക്കം തോന്നി. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആരാ വന്ന്? പവിത്ര എന്തിനാ വന്ന്? വന്ന എന്തിനാന്ന് പറയാം. പക്ഷെ ഇച്ചായൻ ചാടി കടിക്കരുത്. ചാടി കടിക്കാൻ ഞാൻ എന്താ പട്ടിയാണോ? അതല്ലാന്ന്. പിന്നെ ഇച്ചായൻ കുറച്ച് മുമ്പേ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറെ കുടിയന്മാരെയൊക്കെ കണ്ടെന്ന്. ഒരുപാട് പേര്. അതിനൊക്കെ എന്താ ഇച്ചായ ഒരു മാർഗം? എന്താ മാർഗം? ഒരു കാര്യം ചെയ്യാം, പോലീസിൽ പരാതി കൊടുക്കാം. ഇപ്പോഴത്തെ സത്യപാലൻ സാറ് വരുമ്പോൾ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ പറയാം. അത് പിന്നെ സത്യപാലൻ സാറ് ലീവ് കഴിഞ്ഞ് വന്നാലും അങ്ങനെ സ്ഥലം മാറ്റം കിട്ടി പോകുമല്ലേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പിന്നെ ഇപ്പൊ പുതിയൊരാള് വരും, അയാളോട് നമുക്ക് പറയാൻ പറ്റും, അയാളെ നമുക്ക് പരിചയമില്ലല്ലോ. ശരിക്കും എൻ്റെ പൊന്നുകളുടെ പ്രശ്നം എന്താ? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇച്ചായനോട് കുറച്ചു നാള് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താഗ്രഹം? പക്ഷെ ഇച്ചായൻ അത് മൈൻഡ് പോലും ചെയ്തില്ല. പ്രശ്നം പറയോ? ഞാനൊരു കാര്യം പറയട്ടെ ഇച്ചായ. എൻ്റെ പൊന്നു വെച്ച് പറയടാ. പിന്നെ നമുക്ക് ഈ വീട് മാറിയാലോ? നമുക്ക് ഈ വീട് മാറായിച്ചായ, എന്നിട്ട് ഇതിലും സൗകര്യമുള്ള നല്ലൊരു വീട്ടിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ ഈ കുടിയന്മാരുടെ ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. അലിസേ, അത് പ്രാക്ടിക്കൽ അല്ല. ഇത്രയും സൗകര്യമായിട്ട് നമുക്ക് ഇവിടെ ഇനി ഒരു വീട് കിട്ടില്ല. കിട്ടും ഇച്ചായ. ഇച്ചായ പവിത്രം നല്ലൊരു വീടായിട്ടാ വന്നേക്കുന്നത്. നല്ല സൗകര്യമുണ്ട്. തന്നെയല്ല ഇച്ചായന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. എന്നാലും ആലിസേ, കഷ്ടമല്ലേ ഇച്ചായ? ഞാൻ പറയുന്ന ഒരാഗ്രഹം പോലും ഇച്ചായൻ സാധിച്ചു തരാറില്ല. എൻ്റെ ഈ ആഗ്രഹം ഇച്ചായൻ സാധിച്ചു തന്നാൽ ഇച്ചായൻ പറയുന്ന എന്ത് കാര്യവും പിന്നെ ഞാൻ അനുസരിച്ചോളാം. പിടിച്ചോ. എന്ത് കാര്യം സഹായിച്ചു തരുമെന്ന് തീർച്ചയാണ്. തീർച്ച. വീട് മാറണം അല്ലേ? എനിക്കങ്ങോട്ട് മാറണോ? തീർച്ചയാണോ? ആ നിനക്ക് വേണ്ടി മാറാം. സമ്മതിച്ചു. പവിത്ര ഇച്ചായ സമ്മതിച്ച്. സമ്മതിച്ചോ? അപ്പൊ പിന്നെ കോൾ അടിച്ചല്ലോ. അങ്ങനെ ഇപ്പൊ സമ്മതിച്ചു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വീടും സാഹചര്യം ഒക്കെ ഒന്ന് കാണണം. ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. ഇപ്പൊ എനിക്ക് പറ്റില്ല. ഞാൻ വൈകിട്ടേ ഫ്രീ ആവും. എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് പോവാം. ആലീസിനെ കാണണ്ടേ? എനിക്ക് കാണണമെന്നൊന്നുമില്ല. പവിത്രം പറഞ്ഞു വെച്ച് നോക്കുമ്പോ നല്ല ബെസ്റ്റ് വീടായിരിക്കും. ഇച്ചായൻ പോയി കണ്ടാൽ മതി. വീടിന് വാടക എന്തുണ്ട്? ഓ, എന്നാണേലും നിങ്ങൾ ആ കാര്യമൊക്കെ വീട്. ഏതായാലും ഈ വീടിന് കൊടുക്കുന്ന അത്ര വാടകയൊന്നും ആ വീടിന് കൊടുക്കേണ്ട വരത്തില്ല. പോരെ? പവിത്രന്റെ കമ്മീഷൻ? അപ്പൊ ഞാൻ ഈ കമ്മീഷന്റെ കേസ് പിടിക്കാതെ ഒരു കേസ് ഞാൻ പിടിക്കുന്നല്ല. പക്ഷേ ഒരു കാര്യം ചെയ്യും, സാറിന്റെ കാര്യത്തിന് ഞാൻ അങ്ങനെ കമ്മീഷൻ പറയുന്നത് തെറ്റല്ലേ? ശരിയല്ലല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് കമ്മീഷൻ വേണം. കാരണം ഇതൊരു നിസ്സാര ഒരു കാര്യമല്ലല്ലോ. അയ്യോ, അതിനൊന്നും പവിത്രന് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. എത്ര രൂപയാണെങ്കിലും ഇച്ചായൻ തരും. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും പവിത്രൻ രാവിലെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞല്ലേ? ഈ പവിത്രന് കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ എടുത്തു. പാൽ ചായ എടുക്കാം. സന്തോഷം കണ്ടോ ആലീസിന്റെ? ഡോക്ടറെ, ഡോക്ടർ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വീടിനെ കുറിച്ച് വെച്ച് കാച്ചിയത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഈ ആലീസ് എനിക്ക് വല്ല വിഷവും തന്നു കൊല്ലുകയുള്ളൂ. പറഞ്ഞാൽ ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഥവാ ആലീസ് എന്തെങ്കിലും ഉടക്ക് വെക്കുകയാണെങ്കിലേ കുറച്ച് നാൾ മുങ്ങി നടന്നാൽ മതി. പ്രശ്നമാണ് ഏറെക്കുറെ.